കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻലാൽ ജമാഅത്തെ വേദിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത്. എന്നാൽ അന്ന് തന്നെ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്നത് വളരെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ്. വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. മോഹൻലാൽ ജമാഅത്തെ വേദിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ, ഇങ്ങനെ ഒരു യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ, രണ്ട് രാജ്യങ്ങളും ഒരു യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ മോഹൻലാൽ ഈ ചെയ്തത് ശരിയാണോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. മോഹൻലാലിനെതിരെ കടുത്ത വിമർശനവുമായി RSS മുഖവാരിക ഓർഗനൈസർ രംഗത്ത് വന്നിട്ടുണ്ട്. ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ റാങ്ക് പിൻവലിക്കാൻ ശബ്ദമുയർന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന സമയത്ത് മോഹൻലാലിനെ ജമാഅത്ത് ആദരിച്ചു എന്നാണ് ഇതിന് കാരണമായി പറയുന്നത്. എമ്പുരാൻ വിവാദത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ഈ നടപടിയെന്നും ഓർഗനൈസർ വിമർശിക്കുന്നു. എന്നാൽ നിലവിൽ വെബ്സൈറ്റിൽ നിന്നും ലേഖനം പിൻവലിച്ചിട്ടുണ്ട്. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഷാർജ എക്സ്പോയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് എതിരെയാണ് ഓർഗനൈസർ വിമർശിക്കുന്നത്. നേരത്തെ എമ്പുരാൻ ചിത്രം റിലീസ് ചെയ്ത സമയത്തും ഓർഗനൈസർ മോഹൻലാലിനെ വിമർശിച്ച് ലേഖനം ഇറക്കിയിരുന്നു. വസ്തുതകളെ വളച്ചൊടിക്കാനും ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാനുമാണ് എമ്പുരാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അന്ന് വിമർശിച്ചത്. മോഹൻലാലും ഗോകുലം ഗോപാലനും സിനിമയുടെ കഥ അറിഞ്ഞില്ലെന്ന വാദം അംഗീകരിക്കാനാവില്ല. തിരക്കഥ മുഴുവൻ വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കും എന്നത് അവിശ്വസനീയമാണെന്നും നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ പിന്തുണച്ച ആരാധകർ ഇപ്പോൾ പ്രയാസത്തിലാണ് എന്നാണ് മറ്റൊരു ലേഖനത്തിൽ പറഞ്ഞത്. മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, ഇന്ത്യയുടെ ടെറിറ്റോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്നാണ് ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമം പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ മോഹൻലാലിനെതിരെ ഓർഗനൈസർ പങ്കുവച്ച ലേഖനത്തിൽ പറയുന്ന വരികൾ. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ല എന്നും അദ്ദേഹത്തിന്റെ പദവി പിൻവലിക്കണം എന്നും തന്നെ പറയുന്നുണ്ട്. ഇതാദ്യമായല്ല മോഹൻലാൽ എന്ന നടനെതിരെ സംഘപരിവാർ ഇങ്ങനെയൊരു വിമർശനം ഉന്നയിക്കുന്നത്. 2024 അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച വ്യക്തികളിൽ മോഹൻലാലും ഉണ്ടായിരുന്നു. എന്നാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകൾ മൂലം ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അക്കാരണത്താൽ മോഹൻലാലിനെതിരെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് അന്ന് വിമർശനം ഉയർന്നിരുന്നു. പിന്നീട് പലകുറി മോഹൻലാലിനെതിരെ പല തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഉണ്ടായതാണ് എമ്പുരാനെതിരെ വന്ന വിമർശനം. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ എന്തെന്ന് പറഞ്ഞാലും മോഹൻലാൽ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ല. ജീവിതത്തിൽ അവിസ്മരണീയമായ ആദരമാണ് കമോൺ കേരളയിൽ ലഭിച്ചതെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഇന്ത്യ ലോകത്തിന്റെ ഹൃദയവും ബഹുസ്വരത ഇന്ത്യയുടെ ആത്മാവുമാണ്. ഇന്ത്യ എന്നും നെഞ്ചേറ്റിയവരാണ് അറേബ്യൻ നാടുകൾ. തീർച്ചയായും അഭിനയ ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമായി ഈ അവസരത്തെ കരുതുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയാണ് ഓർഗനൈസർ രംഗത്തെത്തിയത്.